പ്രിയരെ, ഏവർക്കും ഞങ്ങളുടെ ക്രിസ്തീയ വന്ദനം. മക്കൾ യഹോവ തരുന്ന അവകാശം, ഉദരഫലം അവൻ തരുന്ന പ്രതിഫലം എന്നും പിതാക്കന്മാർ വേദപുസ്തകം പറയുന്നു. ആയതിനാൽ മക്കൾ അവരുടെ മാതാപിതാക്കളോട് അംഗീകരിച്ചു അവരോട് സ്നേഹപൂർവ്വം പെരുമാറിയും ബഹുമാനിക്കണമെന്നത് ദൈവകൽപ്പനയാണ്. എന്നാൽ ഈ ഉപദേശത്തെ കൈക്കൊള്ളാതെ ജീവിച്ച തലമുറയുടെ മുന്നിൽ ശരിക്കും ചീകടി പെണ്ണെ, ആ പിന്നൊക്കെ ശരിക്കും കുത്തണം കേട്ടോ. ഓ എന്തേ, അമ്മച്ചിയെ കാണാൻ ആരെങ്കിലും വരുന്നുണ്ടോ? ഒരു സുന്ദരി അമ്മ. ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എല്ലാവർക്കും എന്നോട് അസൂയയായിരുന്നു. ആണോ? അപ്പൊ ഇപ്പോഴോ? ഓ, ഇപ്പൊ എന്നെ ആർക്കും വേണ്ട. അതല്ലേ എന്നെ ഈ സാധനത്തിൽ കൊണ്ടുവന്നിട്ടേക്കുന്നത്. സാധനമല്ല അമ്മച്ചി, സാധാരണ. ഓ, നീ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോ അമ്മച്ചിക്ക് ഈ വൃദ്ധസാധനത്തില് സന്തോഷമൊന്നും ഇല്ലായോ? സന്താനം ഒന്നുമില്ലെന്നോ? ഉണ്ടടി കൊച്ചേ, ദൈവം എനിക്ക് 3 മക്കളെ തന്നു. ഒന്നാമത്തവൻ അലക്സ് കുട്ടി, രണ്ടാമത്തവൻ മത്തായി കുട്ടി. അതിനിടയിൽ ദൈവം ഞങ്ങൾക്കൊരു പെങ്കൊച്ചിനെ തന്നു. അവള് ജിൻസി മോള്. ഓ, ഈ കാലത്ത് 3 പിള്ളാരെയൊക്കെ വളർത്തി വലുതാക്കുന്ന കാര്യം വിചാരിച്ച എന്റെ അമ്മച്ചി, ഇപ്പോഴത്തെ ജെൻസ് തലമുറയ്ക്ക് തല കറങ്ങും. എന്നാടി ജെൻസി മോള് വരുന്നുണ്ടോ? കിടക്കുന്നു. മാങ്ങാന്ന് പറഞ്ഞ തേങ്ങാന്ന് കേൾക്കുന്ന ഈ അമ്മച്ചിയോട് പറഞ്ഞിട്ട് എന്നാ കാര്യം? ആട്ടെ, മക്കളൊക്കെ ഇപ്പൊ എവിടെയാ? ഓ, ചെവി കേൾക്കുന്നില്ലല്ലേ? എന്റെ ആ ആൺമക്കളും എന്റെ പെൺകൊച്ചും എന്നെ ഇവിടെ ആക്കിയ ഒരു പോക്ക് പോയതാ. ദേ വന്നു, ദാ പോയി. അപ്പനും അമ്മയും പ്രായമായാൽ അങ്ങനെയൊക്കെയാ. നിന്റെ ഗതി ഇതൊക്കെ തന്നെ ആയിരിക്കത്തുള്ളൂ. ശപിക്കല്ലേ അമ്മച്ചി, അത് ദൈവിക പ്രമാണത്തിന് തെറ്റാ. ആട്ടെ, എന്താ കാര്യം? പറയാൻ കൊച്ചേ, നീ ആ വാതിലൊന്ന് അടച്ചേ. അതെന്തിനാ? അടയ്ക്കടി പെണ്ണേ, അതെന്റെ കുടുംബത്തിൽ നടന്ന കാര്യമാ, ആരും കേൾക്കണ്ട. ഓ, ഈ അമ്മച്ചിയുടെ ഒരു കാര്യം. വയലിൽ പോയ നാളിൽ കൊഞ്ചൻ പക്ഷി കെഞ്ചിയതോ, കൊയ്ത്തിൽ കേട്ടുന്ന നെന്മാണികൾ അല്പം തരണേ കുഞ്ഞുങ്ങൾക്കായി. കാര്യം പറ എന്റെ അമ്മച്ചി. പറയാൻ കൊച്ചേ, നീ ആ വാതിലൊന്ന് തുറന്നിട്ടേ. എന്ത് നല്ല ക്ലൈമറ്റാ. ഓസ്ട്രേലിയയിലാണെങ്കിലോ എന്തൊരു തണുപ്പാന്നോ. അതുകൊണ്ടല്ലേ അപ്പച്ചനെ അമ്മച്ചിയെ ഞങ്ങൾക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തെ. അപ്പോ നമ്മുടെ പ്രായത്തിലുള്ള ആരും അവിടെ ഉണ്ടാവില്ല അല്ലേ? തന്നോടൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അന്നൊന്നും നീ എന്നെ നോക്കിയില്ല. നീ ആ തലയാട്ടിട്ട് ഒരു പോക്കങ്ങ് പോയി. ആ പോക്കായി ഇപ്പൊ ഇരിക്കുന്നത്. അമ്മന്റെ അമ്മയുടെ ഹ്യൂമർ സെൻസിനൊട്ട് കുറവില്ല. അങ്ങേച്ചായോ നീ ജർമ്മനി പോയ ശേഷം ഞങ്ങൾക്ക് ഇതിന് ഹ്യൂമർ സെൻസിന് കൂടുതലാണ്. മക്കളെ, നിങ്ങൾ എല്ലാവരും ഇങ്ങനെ വന്ന് നമ്മൾ സന്തോഷം
സന്തോഷിക്കുന്നത് ഞങ്ങൾ എത്ര ആഗ്രഹിച്ചിരുന്നെന്നറിയാമോ? എന്റെ അമ്മച്ചി എന്ത് ചെയ്യാനാ? ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ലീവ് കിട്ടണ്ടേ വരണമെങ്കിൽ? അല്ല, പലപ്പോഴായിട്ട് ഒരുമിച്ച് വരാൻ പറഞ്ഞിട്ട് വരാത്ത നിങ്ങൾ ഇപ്പോഴെന്താ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പും കൂടാതെ? അതെന്താ അപ്പ അങ്ങനൊരു ചോദ്യം? അല്ല, കുറച്ച് നാളായിട്ടുള്ള നിങ്ങളുടെ ഫോൺ സംഭാഷണവും ഈ പെട്ടെന്നുള്ള വരവും ഞാനൊന്ന് കൂട്ടി വായിക്കായിരുന്നു. അപ്പൻ എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലാക്കി തോന്നുന്നു. നിങ്ങൾ വെച്ച് കിട്ടാതെ അപ്പനോടും അമ്മയോടും കാര്യം പറ. എനിക്കൊരു പ്രോഗ്രാം ഉണ്ടാവും. എന്തോ മക്കളെ നിങ്ങൾ ഈ സ്വകാര്യമായിട്ട് പറയുന്നത്? അല്ല അമ്മച്ചി, അപ്പനും അമ്മയ്ക്കും പ്രായമായി വരികയല്ലേ? ആ, അതെന്താ, നിനക്ക് പ്രായമൊന്നും ആകുന്നില്ലേ? നീ എന്താ ഉദ്ദേശിച്ചത്? അല്ല, ഈ ആണെങ്കിലും നീ കാര്യം പറഞ്ഞു. ഞാൻ പറയാം പറ. അപ്പന്റെ അമ്മയുടെ പേരിലുള്ള പ്രോപ്പർട്ടി ഭാഗം വെക്കുന്ന കാര്യമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ അപ്പുറത്തെ ജോർജ് കുട്ടിച്ചാന്റെ അവസ്ഥ കടന്നു വരും. അവരുടെ കുടുംബത്തിലെ സ്വത്തുകൾ മുഴുവൻ നോക്കി നടത്തുന്ന കോടതിയല്ലേ ഇപ്പൊ? അപ്പോ അതാണ് കാര്യം. ഇടിയേ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ കുറച്ച് നാളായിട്ട് ഇവിടെ ഫോൺ സംഭാഷണത്തിൽ എന്തോ കാര്യമുണ്ടെന്ന്. അതുകൊണ്ട് മക്കളെ, സമയമൊട്ടും കളയാതെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്ത് കാര്യം? എടിയേ, ഈ ചെന്ന ആലമാരിക്കുന്ന ബ്രൗൺ എംവലപ്പ് കിട്ടുന്നോ? ആ, ആ, ശരി അച്ഛാ. മക്കളെ, നിങ്ങൾ അവിടെ ഇരിക്കും. ശലോമോൻ രാജാവ് പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ? നരച്ച തല ശോഭയുള്ള കിരീടമാകുന്നു. പക്ഷേ ഈ കിരീടം വാടാതെ സൂക്ഷിക്കുവാനുള്ള കർത്തവ്യം മക്കളായ നിങ്ങൾക്കുമുണ്ട്. മക്കളെ, ഇത് ഞങ്ങളുടെ വിയർപ്പിന്റെ ഗന്ധമുള്ള ഈ പത്രമാണ്. മോനെ അലക്സേ, ആപ്പാ, ഇതാ, ഇത് നിനക്കുള്ള ഞങ്ങളുടെ സ്വത്തിന്റെ വീതം. മോളെ ചികിത്സ ഇത് നിനക്കുള്ളത്. മോനെ, ഇതാ നിന്റെ വീട്, നീ കയ്യോളം പിടിച്ചോ. ആ, പിന്നെ ഇതാ ഇത്. ആ തെക്കേ വശത്ത് 2.5 ഏക്കർ റബ്ബർ തോട്ടവും പിന്നെ ഈ വീടും ഞാൻ നിങ്ങളുടെ അമ്മയുടെ പേര് രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ, ഇനി ഞാൻ എത്ര കാലമെന്ന് വെച്ചാ കേട്ടല്ലോ, ഞാൻ പോവാം. എനിക്കൊരു പ്രോഗ്രാം ഉള്ളതാണ്. അപ്പ അമ്മ, ഞാൻ എന്നാ അങ്ങോട്ട് ഇറങ്ങുവാണേ. ആ മോനെ, ആ, ശരി മോനെ. ഞാൻ ആ ചാക്കാച്ചാരി വീടുകളിൽ പോയിട്ട് വരാം. ആ, ശരി അച്ഛനെ. കുറച്ച് കാര്യം പറഞ്ഞേൽപ്പിക്കാനുണ്ടായിരുന്നു. ആ, പോയിട്ട് വേഗം വരണം കേട്ടോ. ആ, ഞാൻ പെട്ടെന്ന് വരാം. അമ്മച്ചി, എന്താ മോനെ? അമ്മച്ചിക്ക് അറിയാലോ ഞാൻ ഓസ്ട്രേലിയയിൽ ജീവിക്കുവാണെങ്കിലും നല്ലൊരു ജോലി ഇല്ലെന്ന്. അതുകൊണ്ട് നല്ലൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി കുറെ നാളെ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അമ്മച്ചിയുടെ ഒരു സഹായം എനിക്ക് വേണം. ഞാൻ എന്തോ സഹായം ചെയ്യാനാ? ഇത് ഒരു ബാങ്കിങ് ഡോക്യുമെന്റ് അമ്മച്ചി. അമ്മച്ചിയുടെ ഒരു ഒപ്പ് ഇവിടെ വേണം. ഓ, ഇവിടോ? ആ, ഇവിടെ. എന്തിനാ മോനെ? അമ്മച്ചി, ഒരു ബാങ്കിൽ ഇത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഒരു ബാങ്ക് പ്രോസസ് ചെയ്യാൻ വേണ്ടി. അമ്മച്ചിയുടെ അപ്പച്ചൻ എന്നാ പേപ്പർ കൊടുക്കുന്ന താമര ബാങ്കിൽ ചോദിക്കുവാണെങ്കിൽ ഞാൻ തിരിച്ചു കൊണ്ടുവന്നേക്കാം. ആ, എന്നാ ചൂടാ. ആ, ചാക്കോച്ചനെ കണ്ടായിരുന്നോ? ആ, കണ്ടായിരുന്നു. അവന് അമേരിക്കയിൽ പോകാനുള്ള ഒരുക്കത്തിലാണ്. ആണോ? ചില കാര്യങ്ങൾ അവരെ പറഞ്ഞേൽപ്പിക്കാനുണ്ടായിരുന്നേ. അപ്പ എന്നാ മോനെ? ബാങ്ക് ബാലൻസോ അതിനെ പറ്റി ഒന്നും പറഞ്ഞു കേട്ടില്ലല്ലോ. അതെ. എന്താണ് നീ പറയുന്നത്? ബാങ്ക് ബാലൻസോ? എടി മോളെ, ലക്ഷങ്ങൾ മുടക്കി നിന്നെ പഠിപ്പിച്ച്, നിങ്ങളെ എല്ലാവരെയും പഠിപ്പിച്ച് ഈ നിലയിൽ എത്തിച്ചിട്ട് ഞങ്ങളെ വിറ്റ് കാശ് മേടിക്കാനാണോ നിങ്ങൾ 3 പേരും കൂടി ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? മക്കളെ, ചതിക്ക് കുത്തുന്ന ചോദ്യങ്ങൾ ചോദിച്ച് അപ്പ, അപ്പ ചായ. അപ്പ, അപ്പ അപ്പ, അപ്പ അപ്പ, അപ്പ, എന്താപ്പാ? എന്നെ വിളിച്ച് ചായ. അപ്പ, അച്ചായ, എടാ മോനെ, ആംബുലൻസ് വിളിക്കടാ. ഈ അമ്മച്ചിയല്ലേ ഗ്യാസ് ആയിരിക്കും അമ്മച്ചി. അച്ചായ. എടി, കുറച്ച് വെള്ളം എടുത്ത് അപ്പ, എടാ, അപ്പ, ഇത് അച്ചായ. അപ്പ, അച്ചായ. അപ്പ, അപ്പ നമ്മുടെ അപ്പം പോയി. അപ്പ. എന്റെ ദൈവമേ, മക്കളെ, നിങ്ങൾ എന്നെ ഒറ്റയ്ക്കാക്കിയല്ലോടാ. അപ്പൻ്റെ മരണശേഷം 1 മാസം കഴിഞ്ഞ് മക്കൾ അമ്മയെ വിട്ട് വിദേശത്തേക്ക് മടങ്ങിപ്പോയി. ആ മാതാവ്
ഭവനത്തിൽ ഏകയായി തീവ്ര ദുഃഖത്തോടെ കഴിയുന്നു. വർഷം 2 കഴിഞ്ഞു. മക്കളുടെ വിളിയും കാത്ത് അവരുടെ സ്വരമൊന്ന് കേൾക്കാൻ കൊതിച്ച ആ മാതാവ് തൻ്റെ സങ്കടം ആരോട് പങ്കുവെക്കുമെന്ന കാത്തിരിപ്പോടെ വേദനയോടെ ജീവിതം കഴിച്ചുകൂട്ടി. അങ്ങനെ ഇരിക്കുമ്പോൾ അതാ ആരാ? ഞങ്ങൾ ബാങ്കിൽ നിന്നാ. കേറി വരൂ. അമ്മച്ചി മാത്രമേ ഇവിടെ ഉള്ളോ? അതെ, ആരാ അലക്സ്? അലക്സ് എന്റെ മൂത്ത മോന. അവനങ്ങ് ഓസ്ട്രേലിയയില. അമ്മച്ചി, 2 വർഷം മുമ്പ് ഈ പ്രോപ്പർട്ടിയുടെ പേരിൽ അലക്സ് 1 കോടി രൂപ ലോൺ എടുത്തിരുന്നു. ഓ, എന്തുവാ സാറേ ഈ പറയുന്നത്? അവനങ്ങ് ഓസ്ട്രേലിയയിൽ ബിസിനസ് ചെയ്യുവാനല്ലോ. ഇനി അഥവാ അവൻ ലോൺ എടുത്താലും അത് അടയ്ക്കുന്നുണ്ടാകും. ഒന്നും അടച്ചിട്ടില്ല അമ്മച്ചി. ബാങ്ക് നോട്ടീസ് അയച്ചിട്ടും ഫോണിൽ അലക്സിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടും മറുപടി ഒന്നുമില്ല. ഈ ലോൺ തിരിച്ചടയ്ക്കാത്തതുകൊണ്ട് വീട് ജപ്തി ചെയ്യാൻ ഞങ്ങൾ വന്നത്. ജപ്തിയോ? ഈ വീടോ? ഇതെനിക്ക് എന്റെ അച്ഛൻ എനിക്ക് തന്ന വീടാ. അവൻ ഇത് വെച്ച് എങ്ങനെ ലോൺ എടുക്കാനാ? ഈ കാലത്ത് അമ്മച്ചിയുടെ സിഗ്നേച്ചർ അല്ലേ? അമ്മച്ചിയുടെ പേരിലാണ് മോൻ ലോൺ എടുത്തത്. എന്റെ സാറുമാരെ ഒന്ന് നിൽക്കണേ. ഞാൻ എന്റെ മക്കളെ ഒന്ന് വിളിക്കട്ടെ. അമ്മച്ചി, ഒന്നുകിൽ 1,40,00,000 ഇപ്പോഴാണ്, അല്ലെങ്കിൽ അമ്മച്ചി വീട്ടിൽ നിന്ന് ഇറക്കി വിടേണ്ടി. എന്റെ ദൈവമേ, എന്റെ പൊന്നു സാറുമാരെ, ഞാൻ എങ്ങോട്ട് പോകും? എനിക്ക് ആരുമില്ല. ഞാൻ എങ്ങോട്ട് പോകും? അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. പുറത്ത് പോലീസ് ഉണ്ട്. വീട് ഉടൻ സീൽ ചെയ്യും. ഇതാ കോർട്ട് ഓർഡർ. പോലീസ് come and seal it. ഞാൻ എങ്ങോട്ട് പോകും? മക്കൾ ഉപേക്ഷിച്ചും മുതൽ നഷ്ടപ്പെട്ടും വീട് വിട്ടിറങ്ങേണ്ടി വന്ന വിധവയായ ആ അമ്മച്ചിക്ക് വൃദ്ധസദനമല്ലാതെ ആശ്രയിക്കുവാൻ വേറെ വഴിയുണ്ടായില്ല. അങ്ങനെ അവിടെ കഴിയുമ്പോൾ അതാ ഞാനിവിടെ വരേണ്ടി വന്നത്. മക്കളൊന്നും അമ്മച്ചി വിളിക്കാറില്ലേ? ഇല്ല മോളെ, ആരും വിളിക്കാറില്ല. ഞാൻ ഈ ടൗണിലെ ഫെഡറൽ ബാങ്ക് മാനേജറാണ്. പേര് സ്മൈലി. നല്ല സ്മൈൽ ഉണ്ടല്ലോ. ഈ കൊച്ചി അന്നാമ്മച്ചേട്ടത്തി അകത്തില്ലായിരുന്നു. ആരാ? എന്താ? അമ്മാമോ, ഇത് ഞാനാണേ, ചാക്കോച്ചൻ. ആഹാ, ചാക്കോച്ച, നീ എന്താ ഈ ബാങ്ക് മാനേജര കൊച്ചുമായിട്ട്? എന്നെ വീണ്ടും ജപ്തി ചെയ്യാൻ വന്നതാണോ? അല്ല അമ്മാമോ, നമ്മുടെ അച്ചായൻ പോകുന്നതിന് മുമ്പ് കുറച്ച് ചുമതലയൊക്കെ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നേ. അതാ. എന്ത് ചുമതല? പറയാം. അപ്പച്ചാ, ഇതാരാ? ഈ അപ്പച്ചനെ ഒരു കൂട്ടുകാരൻ അപ്പച്ചനുണ്ടായിരുന്നു കുഞ്ഞാവേ. ആ അപ്പച്ചന്റെ ഭാര്യയാ. ഓ, ആ അപ്പച്ചാണ് ഇത്. ആ ചാക്കോച്ച, ഇതാരാ? എന്റെ പേരക്കിടാവാ മാമോ. ഓ, ആണോ? എന്താ മോടെ പേര്? ആ, ഈ ഓഫീസർ കൊച്ചി ഞാനും അച്ചായനും നല്ല ചങ്ങാതിമാരായി. ഒരു പായയിൽ കിടന്ന് ഒരു പാത്രത്തിലുണ്ട്, ഒരുമിച്ച് പള്ളിയിലൊക്കെ പോയി അങ്ങനെ നടന്ന ആൾക്കാരാ. ഒരിക്കലാളിനെ കാണാൻ വേണ്ടി വന്നു. എന്നിട്ട് ഈ കത്തും പയലും എന്റെ തന്നേച്ച് പറയുവാ, ഇത് നിന്റെ വെച്ചോണം, എന്റെ മരണത്തിന് ശേഷം എന്റെ കെട്ടിയോളുടെ കയ്യിൽ എത്താവുള്ളൂ.
എനിക്കൊന്നും മനസ്സിലായില്ല അമ്മാമോ. ഞാനങ്ങ് പേടിച്ചു പോയെന്നേ. പിന്നെ ഇത് രണ്ടും ഭദ്രമായിട്ടിരിക്കാൻ കൊച്ചിന്റെ ബാങ്ക് ലോക്കറിൽ ഞാൻ കൊണ്ടുവച്ചു. പിന്നെ നമ്മുടെ അച്ഛന്റെ മരണത്തിന് ശേഷം പിള്ളേർ എന്നെ അമേരിക്കാവിലോട്ട് കൊണ്ടുപോയില്ലായോ? 3 വർഷം അതിനിപ്പുറമാ ഞാൻ നാട്ടിലോട്ടൊക്കെ വരുന്നേ. അപ്പോഴാ അറിയുന്നേ അമ്മാമ അവിടെ അല്ലാതെ ഇവിടെ ആണെന്നുള്ള കാര്യം. ആ ചാക്കോച്ച, ആ ഭവനം കൈവിട്ടു പോയി. അറിയാം അമ്മാവേ, ഈ കൊച്ചെന്നോട് എല്ലാം പറഞ്ഞായിരുന്നേ. ആ സന്തോഷമുണ്ട് മോളെ. സ്വന്തമായി ആരും കാണാൻ വരാനില്ലാത്ത എന്നെ നിങ്ങളെങ്കിലും കാണാൻ വന്നല്ലോ. ആട്ടെ ചാക്കോച്ച, എന്താ ഈ കത്തിലും ഫയലിലും ഉള്ളത്? ഞങ്ങൾക്കറിയാമെങ്കിലും അത് ഞങ്ങളായിട്ട് പറയുന്നില്ല. അമ്മാമ്മ തന്നെ അങ്ങ് വായിച്ചു നോക്കിയാട്ടെ. മോളെ, ആ കണ്ണട ഇങ്ങെടുത്തേ. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അന്നാമേ, നിന്നോട് എനിക്ക് ഒത്തിരി സ്നേഹമായിരുന്നു. എന്നാൽ അത് വാക്കുകൾ കൊണ്ട് വേണ്ട രീതിയിൽ പ്രകടിപ്പിക്കുവാൻ സാധിച്ചിട്ടില്ല. നീ ഓർക്കുന്നല്ലോ, നമ്മുടെ മക്കൾ സ്വത്തിന്മേൽ കണ്ണുവെച്ച് അവരുടെ ഫോൺ വിളിയിലും സംസാരത്തിലുമൊക്കെ വന്ന മാറ്റങ്ങൾ. അവരുടെ വരവിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കിയ ഉടനെ വിൽപ്പത്രം എഴുതി വെച്ചതോടൊപ്പം ഞാൻ മറ്റൊരു കാര്യം കൂടി രഹസ്യമായി ചെയ്തിരുന്നു. നിന്റെ പേരിൽ എഴുതി വെച്ചിരുന്ന വീടും പറമ്പും എൻ്റെ മരണശേഷം മക്കൾ ചോദിച്ചാൽ നീ പെറ്റമ്മയായതുകൊണ്ട് അവർക്ക് കൊടുക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോൾ നീ അനാഥയാവും, തെരുവിൽ പോകേണ്ടി വരും. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല അന്നാമേ. അതുകൊണ്ട് ഞാൻ മരിക്കുന്നതിന് മുൻപ് നിന്റെ പേരിൽ ഒരു ചെറിയ വീടും കുറച്ച് സ്ഥലവും വാങ്ങുവാൻ ആഗ്രഹിച്ചു. ദൈവം സഹായിച്ച് അതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം നടത്തി. ആധാരമെല്ലാം നമ്മുടെ കുടുംബ സുഹൃത്തായ ചാക്കോച്ചനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവൻ അത് നിന്നെ ഏൽപ്പിക്കും. നീ അത് കൈപ്പറ്റി ആ ഭവനത്തിൽ പോയി സ്വൈര്യമായി താമസിക്കുക. കൂടാതെ നിനക്കൊന്നിനും കുറവ് വരാതിരിക്കുവാൻ നിന്റെ പേരിൽ ബാങ്കിൽ ഞാൻ ഒരു ഡിപ്പോസിറ്റ് കരുതിയിട്ടുണ്ട്. ആ നിക്ഷേപം നിന്റെ മരണം വരെ കഴിവാനുള്ളതുണ്ട്. നിന്റെ മരണശേഷം അത് നമ്മുടെ മക്കൾ എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്തുകൊള്ളട്ടെ. എന്നാൽ മരണം വരെ ഒന്നിനും കുറവ് തോന്നാതെ നീ സുഖമായി സമാധാനത്തോടെ കഴിയണം എന്ന് നിന്റെ സ്വന്തം അച്ചാച്ചൻ. എന്റെ അച്ചാച്ചൻ, എന്നെ ഇത്രയും സ്നേഹിച്ച എന്റെ അച്ചാച്ചൻ, ഈ സ്നേഹത്തിന് ഞാൻ എന്ത് പകരം? മാമോ, ഇതുപോലെ തന്നെ അല്ലായോ നമ്മുടെ യേശു കർത്താവ് പാപികളായ നമ്മളെ സ്നേഹിച്ചു ആ നിത്യ നരകത്തിൽ നിന്ന് വിടുവിക്കുവാനും നിത്യജീവൻ നൽകി സ്വർഗത്തിൽ അവരോടൊപ്പം വസിക്കുവാനുമായി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ആ കുരിശിൽ മരിച്ചത്. ആ നിസ്തുല്യ സ്നേഹത്തിന് നമ്മൾ എല്ലാ പകരം കൊടുക്കാനാവേ. അപ്പച്ചന് അമ്മച്ചോടുള്ള സ്നേഹം കൊണ്ട് എത്രയൊക്കെ കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലെ മണവാളൻ നാം ആകുന്ന മണവാട്ടിയെ സ്നേഹിച്ച് എത്രയോ ശ്രേഷ്ഠമായത് കരുതി വെച്ചിട്ടുണ്ടാവും. ആ സ്നേഹം നിസ്തുല്യമാണ് അമ്മച്ചി. ആ നിസ്തുല്യമായ ദൈവസ്നേഹം. ദൈവത്തിന് സ്തോത്രം. അപ്പോ എങ്ങനെ അപ്പാപ്പോ നമ്മളാ വീട്ടിലേക്ക് പോവുകയല്ലോ? ആട്ടെ ചാക്കോച്ച, പോകാലോ. അറ്റുപോകാത്ത ഈ സ്നേഹം നമുക്കും പിന്തുടരും. താങ്ക് യു.